ഇടവിട്ടുള്ള മൂത്രശങ്ക സാധാരണമായി യൂറിനറി ബ്ലാഡർ സംബന്ധമായിട്ടുള്ള അസുഖം കൊണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, മൂത്രതടസ്സം, മൂത്രമൊഴിച്ച് തുടങ്ങാൻ താമസം. ഇടവിട്ടുള്ള മൂത്രശങ്ക സാധാരണമായി യൂറിനറി ബ്ലാഡർ സംബന്ധമായിട്ടുള്ള അസുഖം കൊണ്ടാവാം. യൂഷ്വലി അത് യൂറിനറി ഇൻഫെക്ഷൻ അഥവാ സിസ്റ്റൈറ്റിസ്, അതായത് ബ്ലാഡറിൻ്റെ വീക്കം. ഇൻഫെക്ഷൻ വരുമ്പോൾ യൂറിനറി ബ്ലാഡറിന് മൂത്രസഞ്ചിക്ക് വീക്കം വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്ന് രോഗിക്ക് തോന്നാം. അതിൻ്റെ കൂടെ മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിൽ, മൂത്രമൊഴിക്കുമ്പോൾ വേദന, പിന്നെ മൂത്രത്തിൽ കൂടെ രക്തം പോവുക, ഇതെല്ലാം കൂടിച്ചേർന്നുള്ള സിംറ്റംസ് ആണെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ ആവാം. പിന്നെ വയസ്സായ ആളുകളിൽ, പ്രത്യേകിച്ച് ആണുങ്ങളിൽ, അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർച്ച കൊണ്ട് മൂത്രശങ്ക, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, മൂത്രതടസ്സം, മൂത്രമൊഴിച്ച് തുടങ്ങാൻ താമസം, ഇതെല്ലാം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് അഥവാ BPH, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ഇതൊരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ സാധാരണമായി കണ്ടുവരുന്നതാണ്. അതിലൊരു ചെറിയ ശതമാനം ആളുകളിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറുമാകാം. അപ്പോൾ അത് സാധാരണ രക്തപരിശോധന വഴി, PSA എന്ന് പറയുന്ന രക്തപരിശോധന വഴി നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ സ്ത്രീകളിൽ ശങ്ക ഇതേപോലെ വരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ യൂറിത്രൽ മിയാറ്റൽ സ്റ്റീനോസിസ്, അതായത് മൂത്രസഞ്ചിയുടെ താഴെ ഉള്ള ട്യൂബിൻ്റെ വ്യാസം കുറയുകയും അതിലെ മൂത്രം പോകാനായിട്ട് തടസ്സം വരികയും, മിയാറ്റൽ സ്റ്റീനോസിസ്, മൂത്രം വരുന്ന ദ്വാരത്തിൻ്റെ വലിപ്പം കുറയുകയും അത് മൂത്രതടസ്സത്തിന് കാരണമാവുകയും അത് കാലക്രമേണ അത് കിഡ്നിയിൽ നീര് വീഴ്ത്തുകയും അത് കിഡ്നി ഫെയിലിയറിലേക്ക് വരെ നയിക്കാവുന്നതാണ്. ഇപ്പോൾ യൂറിത്രൽ മിയാറ്റൽ സ്റ്റീനോസിസ് എന്ന് പറഞ്ഞ അസുഖം ഒരുപാട് സ്ത്രീകൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ കിഡ്നി ഫെയിലിയർ ആയ ഒരുപാടധികം പേഷ്യൻസിനെ ഞങ്ങൾ കാണാറുണ്ട്.